കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ചെറുക്കൻ ട്രെൻഡ് ലിവർപൂളിനെ വേണ്ടെന്ന് വെച്ചിപ്പം ബെർണാബുവിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. അത് ഏതാണ്ട് ഉറപ്പായ സ്ഥിതി തന്നെയാണ്. ബെർണാബുവിൽ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യും എന്നൊരു ഏതാണ്ട് ഉറച്ചൊരു ഡീല് തന്നെയാണ്. അത് എല്ലാ ട്രാൻസ്ഫർ പണ്ഡിറ്റുകൾ അത് കൺഫേം ചെയ്ത ഒരു ന്യൂസ് തന്നെയാണ്. പക്ഷെ എങ്കിലും ലിവർപൂളിൽ ജനിച്ച്, ലിവർപൂളിന്റെ മണ്ണിൽ മേഴ്സിസൈഡിൽ ജനിച്ച്, ലിവർപൂളിന്റെ യൂത്ത് ടീമിൽ കളിച്ച്, ലിവർപൂളിന്റെ സീനിയർ ടീമിൽ 2016 കയറി, ലിവർപൂളിന്റെ ആംബാൻഡ് വരെ സലൈനെ പിന്തള്ളി യോർഗൻ ക്ലോപ്പ് ട്രെൻഡിനാണ് ആംബാൻഡ് നൽകിയത്. ലിവർപൂളിന്റെ ക്യാപ്റ്റൻ സ്ഥാനം വരെ നൽകി ആദരിച്ച ആ ഒരു കളിക്കാരൻ ലിവർപൂളിനെ വേണ്ടെന്ന് വെച്ചിപ്പം മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. മറ്റാരും പോയാലും ആ ഒരു വേദന എന്തായാലും ലിവർപൂൾ ആരാധകരിൽ വരില്ല. കാരണം കൊട്ടീനെ പോയപ്പോഴും ഒരു ചെറിയ രീതിക്കുള്ള സംസാരങ്ങൾ വന്നിരുന്നു. യോർഗൻ ക്ലോപ്പ് തന്നെ പറഞ്ഞിരുന്നു, നീ ഇവിടെ നിന്നാ നിനക്ക് വേണ്ടി ഒരു ലെജൻഡിന്റെ ഒരു പ്രതിമ തന്നെ അവർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നീ മറ്റൊരു ക്ലബിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അനദർ പ്ലെയർ മാത്രമേ ആവുകയുള്ളൂ എന്നൊരു സംസാരങ്ങൾ, എന്നൊരു കട്ടിനിയോ പോകണ്ട എന്നൊരു രീതിക്കുള്ള സംസാരങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും വലുതായിട്ടൊന്നും ലിവർപൂൾ ആരാധകർക്ക് അതൊരു ലോസ് ആയിട്ട് ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ട്രെൻഡിന്റെ ഒരു പോക്ക് അതെന്തായാലും ലിവർപൂൾ ആരാധകർ ഒരു ലോസ് തന്നെയാണ്. കാരണം ലിവർപൂളിന് വേണ്ടി യൂത്ത് ടീം എന്ന് വരെ അരങ്ങേറി വന്നൊരു താരമാണ്. അപ്പം ലിവർപൂളിന്റെ ക്യാപ്റ്റൻ സ്ഥാനം വരെ, ഇനി ഭാവിയിൽ ലിവർപൂളിന്റെ ക്യാപ്റ്റൻ വരെ ആകാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് ട്രെൻഡിന് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റീവൻ ജെറാർഡിനെക്കാട്ടിയും ഒരു ലെജസി, സ്റ്റീവൻ ജെറാർഡിന്റെ ആ ലെജസി പോലെ തന്നെ ട്രെൻഡിന്റെ ആ ലെജസി ലിവർപൂളിൽ സ്റ്റീവൻ ജെറാർഡിനെ കാട്ടിയും മുന്നേറുന്ന രീതിക്കുള്ള ഒരു ലെജസിയായി മാറുകയായിരുന്നു. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് അക്കരെ പച്ച എന്നൊരു രീതിക്ക് ട്രെൻഡ് ഇപ്പം ബെർണാബുവിലോട്ട് ചേക്കേറാൻ പോവുകയാണ്. ട്രെൻഡിന്റെ ഒരു ചെറിയൊരു പോർഷൻ പറയുകയാണെങ്കിൽ 1998 ഒക്ടോബർ 7 മേഴ്സിസൈഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അപ്പോൾ യൂത്ത് ടീമിൽ കളിച്ചു വളർന്ന് 2016 സീനിയർ ടീമിൽ ഇടം നേടി. ഫസ്റ്റ് ആദ്യം ഒരു ലീഗ് കപ്പിൽ 4th റൗണ്ടിൽ ടോട്ടനമെതിരെയാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ആ കളി 2-1 വിജയിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു മികച്ചൊരു നല്ലൊരു കുതിപ്പായിരുന്ന ഒരു മുൻ നേട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരുന്നത്. 30 വർഷത്തെ ലിവർപൂളിന്റെ ആ കിരീടമില്ലാത്ത ആ ഡ്രെയിന് ലീഗ് കിരീടമില്ലാത്ത ആ ഒരു അവസ്ഥ മറികടന്നുകൊണ്ട് 2019 ലീഗ് കപ്പ് നേടുമ്പോൾ, 2019-2020 സീസണിൽ ലീഗ് കപ്പ് പ്രീമിയർ ലീഗ് നേടുമ്പോൾ ലിവർപൂളിന്റെ സ്ക്വാഡിൽ ഏറ്റവും മെയിൻ കളിക്കാരനായിട്ട് ഉണ്ടായിരുന്ന ഒരു താരം കൂടിയാണ് ട്രെൻഡ്. അതുപോലെ തന്നെ 2018-19 UEFA ചാമ്പ്യൻ ലീഗ് നേടുമ്പോൾ ലിവർപൂളിന്റെ മെയിൻ താരമായിരുന്ന ട്രെൻഡ്. അപ്പൊ അതൊക്കെ ഒന്ന് കരുതുമ്പോൾ ലിവർപൂൾ ക്ലബിനോടുള്ള ആ ഒരു ലോസ് ഒരു വലിയ ലോസ് തന്നെയായിരിക്കും. ലിവർപൂളിന് വേണ്ടി പ്രീമിയർ ലീഗിൽ 254 അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ 64 അസിസ്റ്റ്. ഒരു ഡിഫൻഡർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന ഒരു താരമായി അദ്ദേഹം വളർന്നിരുന്നു. അതുപോലെ തന്നെ ലിവർപൂളിന് വേണ്ടി ടോട്ടൽ 349 അപ്പിയറൻസ് ലിവർപൂളിന് വേണ്ടി ചെയ്ത് അതിൽ 22 ഗോളുകൾ നേടി, 87 അസിസ്റ്റുകൾ ലിവർപൂളിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതുതന്നെ ലിവർപൂളിന്റെ കരിയറിൽ നേടാവുന്ന എല്ലാ നേട്ടങ്ങളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. ലിവർപൂളിന്റെ ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. പക്ഷേ ലിവർപൂൾ തന്നെ കരിയർ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ സ്റ്റീവൻ ജെറാർഡിനെ പോലുള്ള ഒരു ലെഗസി അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചിപ്പം ലിവർപൂളിനെ പാടെ മറന്നുകൊണ്ടാണ് ഇപ്പം റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന്റെ ചേക്കേറ്റം. കഴിഞ്ഞ വർഷത്തെ മാർച്ച് മുതലേ ലിവർപൂളിന്റെ ട്രെൻഡിനെ റയൽ മാഡ്രിഡ് വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്ര വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ട്രെൻഡ് തൻ്റെ ഒരു ബോയ്ഹുഡ് ക്ലബ്ബ്, അത് മറ്റൊരു ടീമിൽ നിന്ന് വന്നൊരു കളിക്കാരനായിരുന്നെങ്കിൽ പോലും വലിയൊരു സങ്കടം ആരാധകരിൽ ഉണ്ടായി കാണില്ല. കാരണം യൂത്ത് ലീഗിൽ നിന്ന് കളിച്ച് സീനിയർ ടീമിലൊക്കെ ഇടം നേടുന്നത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടം തൻ്റെ കരിയർ വരെ അവസാനിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു മികച്ച മികച്ച നേട്ടത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ലിവർപൂൾ വേണ്ട എന്ന് കരുതി തന്നെയാണ് ഇപ്പം റയൽ മാഡ്രിഡിലോട്ട് ചേക്കേറുന്നത്. പക്ഷേ ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചൊരു ലോസ് തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു ട്രെൻഡ് പോയ മറ്റൊരു ട്രെൻഡ് അവിടെ വരും. ട്രെൻഡിന് പകരം ഇപ്പം അക്കാഡമി പ്ലെയർ തന്നെയാണ് ബ്രാഡ്ലിയും ട്രെൻഡിന്റെ അതേ ഫോമിൽ തന്നെയാണ് ബ്രാഡ്ലിയും കളിക്കുന്നത്. എങ്കിലും ക്ലോപ്പ് പറഞ്ഞ ലിവർപൂളിന്റെ ആ സോസേഴ്സിൽ മികച്ചൊരു സ്ഥാനമുണ്ടായിരുന്ന ഒരു ആൾ കൂടെയായിരുന്നു ട്രെൻഡ്.
പക്ഷേ ഇപ്പം ആ ട്രെൻഡ് ലിവർപൂളിനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതെന്തായാലും ലിവർപൂൾ ആരാധകരിൽ ഏറ്റവും വലിയൊരു സങ്കടം വരുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും ലിവർപൂളിന് വേണ്ടാത്ത ഒരു ട്രെൻഡിനെ എന്തായാലും ലിവർപൂൾ ആരാധകർക്കും വേണ്ട എന്ന് തന്നെയായിരിക്കും പിന്നീട് വരുന്ന ന്യൂസിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. കാരണം ലിവർപൂളിലെ ട്രെൻഡിന്റെ ജേഴ്സിക്ക് കത്തിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളൊക്കെ ചെറിയ സംഭവങ്ങൾ പുറത്ത് വരുന്നതായ ഒരു ന്യൂസുകളുണ്ട്. അതുപോലെ തന്നെ ഇനി ട്രെൻഡിനെ ലിവർപൂളിന്റെ ജേഴ്സിയിൽ കളിപ്പിക്കേണ്ട എന്നൊരു ലിവർപൂൾ ആരാധകരുടെ ഒരു ചെറിയൊരു പ്രോട്ടസ്റ്റുകൾ നടന്നതായിട്ടുള്ള ചെറിയ സൂചനകൾ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇനിയിപ്പോൾ ലിവർപൂൾ ജേഴ്സിയിൽ ഇനിയിപ്പോൾ ട്രെൻഡ് കളിക്കും എന്നത് ഒരു വലിയൊരു സംശയം തന്നെയായിരിക്കും. കാരണം ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലിവർപൂളിന്റെ ആ ജേഴ്സിയിൽ ഇനിയിപ്പോൾ ട്രെൻഡ് കാണുമോ ഇല്ലെന്ന്, ഇനി വരും മത്സരങ്ങളിൽ കാണുമോ ഇല്ലെന്നത് അതൊരു വലിയൊരു ചോദ്യം തന്നെയായിരിക്കും. നീണ്ട 8 കൊല്ലമാണ് ലിവർപൂളിന് വേണ്ടി ട്രെൻഡ് ജേഴ്സി അണിഞ്ഞത്. അതിൽ തന്നെ അദ്ദേഹം നേടാനുള്ള നേട്ടങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു. അതിന്റെ പേരിൽ പ്രീമിയർ ലീഗ് കൊണ്ട് FA കപ്പ് നേടി, ലീഗ് കപ്പ് നേടി, ക്ലബ് വേൾഡ് കപ്പ് വരെ ലിവർപൂളിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ കപ്പ് നേടി. അങ്ങനെ തന്റെ കരിയർ നേടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വ്യക്തിഗത നേട്ടങ്ങൾ നേടി PFA യങ് പ്ലേയേഴ്സ് ഓഫ് ദ ഇയർ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ UEFA ചാമ്പ്യൻ ലീഗ് ടീം ഓഫ് ദ ഇയറിലൊക്കെ അദ്ദേഹം പേര് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പം ഇനിയും കൂടുതൽ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയായിരിക്കാം റയൽ മാഡ്രിഡിലോട്ട് ചേക്കേറിയത്. റയൽ മാഡ്രിഡ് എന്തായാലും യൂറോപ്പിൽ തന്നെ ഒരു ബെസ്റ്റ് നമ്പർ 1 ക്ലബ്ബാണ്. അപ്പൊ ആരും ആഗ്രഹിക്കുന്ന റയൽ മാഡ്രിഡ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരായിരിക്കും മിക്ക എല്ലാ പ്ലേയേഴ്സുകളും. അപ്പം ആ ഒരു ഓഫർ വന്നാൽ എന്തായാലും ആരും നിരസിക്കില്ല. പക്ഷെ എങ്കിലും ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് ഒരു ലിവർപൂളിന്റെ ഒരു ലെജൻഡാണ്. ലിവർപൂളിൽ നിന്ന് കളിച്ച് വളർന്ന ഒരു താരം കൂടി ആകുമ്പോൾ അപ്പൊ അതെന്തായാലും ലിവർപൂൾ ആരാധകർ ഒരു നഷ്ടം തന്നെ ആയിരിക്കും. പിന്നെ ക്ലബിനെക്കാട്ടി വലുതല്ലോ കളിക്കാർ. പോണവർ പോകും. അവർക്ക് ബദലായി വേറൊരു കളിക്കാർ അവിടെ എന്തായാലും എത്തും. അപ്പം മറ്റൊരു കൊട്ടീന ആവുമോ എന്നാണ് ഇനിയിപ്പം ആരാധകർ ഒറ്റ നോക്കുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ചൊരു മിഡ്ഫീൽഡർ ആയിട്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യാം, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് അതിന്റെ ആ മികച്ച ക്രോസുകളും സെറ്റ് പീസുകളൊക്കെയാണ് ട്രെൻഡിന്റെ ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ചില സമയങ്ങൾ അദ്ദേഹം മറന്നു പോകും. അറ്റാക്കിലോട്ട് പോകുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ചില സമയത്ത് മറന്നു പോകും. അപ്പൊ അതൊക്കെ കവർ ചെയ്യാൻ റയൽ മാഡ്രിഡിനെ കൊണ്ട് സാധിക്കും. അത് ലിവർപൂളിലാണെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ വാണ്ടേക്കും. അതുപോലെ തന്നെ മറ്റു താരങ്ങൾ അർജന്റീനയുടെ ബാക്കിലുണ്ട്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിലോട്ട് പോയാൽ ചിലപ്പം ഒന്നുകിൽ മിഡ്ഫീൽഡറായിട്ട് വരാം എന്നൊരു ചാൻസ് അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും റൈറ്റ് ബാക്ക് ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുമോന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ലിവർപൂളിനെ വേണ്ടാത്ത പ്ലേയേഴ്സിനെ ലിവർപൂളിന് വേണ്ട എന്ന് തന്നെയാണ് ഒരു ലിവർപൂൾ ആരാധകൻ എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത്. ലിവർപൂളിന്റെ വേണ്ടാത്ത പ്ലെയർ പോയാൽ വേറൊരു പ്ലെയർ ആ പൊസിഷനിൽ വരും. എങ്കിലും പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം ലിവർപൂളിലെ ലെജൻഡ്സ് ആയിരുന്നാലും പല അഭിപ്രായങ്ങളുണ്ട്. ലിവർപൂൾ തുടരണമെന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരോ പ്ലേയേഴ്സിന്റെ ആഗ്രഹമാണ്. അപ്പോൾ അത് ഏത് ക്ലബിൽ കളിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കുറെ അഭിപ്രായങ്ങളുണ്ട്. അപ്പം തീരുമാനങ്ങൾ എടുക്കേണ്ട ആ പ്ലേയേഴ്സിന്റെ കാര്യമാണ്. അപ്പൊ ആ പ്ലേയേഴ്സ് അർഹമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കും. പക്ഷെ എങ്കിലും ട്രെൻഡ് ഈ എടുത്ത തീരുമാനം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് നിങ്ങൾ എന്റെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും നമസ്കാരം.